പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവകൃപാലുവായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ പേര് KM ലൂക്കോസ്, സ്വദേശം ആലുവ. വരുന്ന ചില ദിനങ്ങളിൽ അല്ലെങ്കിൽ അവസരങ്ങളിൽ നിങ്ങളുമായിട്ട് ചില എപ്പിസോഡുകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു എപ്പിസോഡിൽ ഒരു ഗാനവും ഒരു ചെറിയ സന്ദേശവും ഉൾപ്പെടുന്നു. 1974 എൻ്റെ ഗുരുനാഥനും പരേതനുമായ ശ്രീ AC ജോൺ സാറിൻ്റെ ഒരു ശുശ്രൂഷയിൽ അന്ന് നടന്ന ആരാധനയിൽ കേട്ട വചനം എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുകയും അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ വചനം ഒരു ഗാനമാക്കിക്കൂടാ എന്ന് തീരുമാനിക്കുകയും 4-8 വരികളുള്ള ഒരു ഗാനശകലം കുത്തിക്കുറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പിന്നീട് അതിന് 4 പല്ലവികളും കൂടെ ചേർത്ത് ഒരു പൂർണ്ണകായ ഗാനമാക്കി തീർക്കുവാൻ 2 വർഷം വേണ്ടി വന്നു. കാരണം അന്ന് എനിക്ക് ഗാനരചനയിലും ഈണം പകരുന്നതിലുള്ള പഠനവും പരിശീലനവും തികച്ചും അപര്യാപ്തമായിരുന്നു. ഞാൻ പഠിച്ചത് വളർന്നത് ആലുവ സെറ്റിൽമെൻറ്റ് എന്ന സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിനൊരു ബോർഡിംഗ് ഹോം ഉണ്ടായിരുന്നു. ആ ബോർഡിംഗ് ഹോമിൽ ഞാൻ താമസിക്കുന്ന കാലത്ത് ഒരു കർണാടക സംഗീതം പഠിപ്പിക്കുന്ന ക്ലാസ് എല്ലാ ശനിയാഴ്ചയും നടത്തിയിരുന്നു. അതിൽ ചേർന്ന് ഏതാണ്ടൊരു 2 വർഷക്കാലം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൊയർ ഗായിക സംഘം രൂപീകരിക്കാനും അതിലും ചേർന്ന് ഏതാണ്ടൊരു 5.5 വർഷക്കാലത്തോളം പഠിക്കുവാനായിട്ട് ഇടയായി. ആലുവ സെറ്റിൽമെൻറ്റിൻ്റെ മേലധികാരിയായിരുന്ന റവറൻ CI മാത്യു അച്ഛനായിരുന്നു ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയത്. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുമാത്രമല്ല, അന്ന് കർണാടക സംഗീതം പഠിപ്പിച്ച ലോനപ്പൻ ഭാഗവതരെയും ഈ സമയത്ത് ഓർക്കുന്നു. 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ കൊയർ ഗാനങ്ങൾ പഠിപ്പിച്ച ഉദുപ് കുര്യൻ സാറ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഗാനമാണ്. അത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. പാടുന്നത് എൻ്റെ ഒരു ജൂനിയർ സഹോദരനായിട്ടുള്ള ജിത്തു ചന്ദ്രമോഹനും ജോമോനും ഫേബാലൂക്കും ഫേബായുടെ മകൻ ജെറമ്യ ഷിബുവുമാണ്. ഈ ഗാനത്തിന് 46 വർഷത്തെ പഴക്കമുണ്ട്. ഇതിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പ്രചാരണം ലഭിക്കുകയും ഇന്ന് വിശ്വാസികളായ ദൈവമക്കൾ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവർ ഈ ഗാനം ഉപയോഗിച്ച് ദൈവാരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനും പറഞ്ഞു കേൾക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. ഈ ഗാനം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ
ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ കയറ്റി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. എൻ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ യഹോവേ എന്റെ കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ യഹോവേ എന്റെ കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവാൽ കർത്തൻ ചൊല്ലുന്നു. സൈന്യത്താലല്ല ശക്തിയാലല്ല
എന്റെ ആത്മാവാൽ കർത്തൻ ചൊല്ലുന്നു. കൃപ കൃപ എന്നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റിയിടുക. കൃപ കൃപ എന്നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റിയിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. നിങ്ങൾ ഈ കേട്ട ഗാനം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. എനിക്കതിനകത്ത് വലിയ പുഴാനൊന്നും ഇല്ല. ഞാനൊരു 35 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള പ്ലാമൂട് AG ചർച്ചിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ഒരു ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. ഞാനും എൻ്റെ ബന്ധുവും അവിടെ എത്തി. എൻട്രൻസിലെത്തിയപ്പോൾ അദ്ദേഹം ആ സഭയിലെ അംഗമായിരുന്നുകൊണ്ട് അകത്തേക്ക് കടന്നുപോയി. ഞാൻ ആരെയും പരിചയമില്ലാതിരുന്നുകൊണ്ട് ഏറ്റവും പിറകിലുള്ള ബെഞ്ചിൽ പോയിരുന്നു. 10 മണിയായപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, 2 ഗാനങ്ങൾ പാടുവാനായിട്ടിടയായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. അത് യേശു നല്ലവൻ അവൻ വല്ലഭൻ എന്നുള്ള ഗാനമാണ്. അത് അനൗൺസ് ചെയ്ത ശേഷം വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരുന്ന ഗായക സംഘം ആ ഗാനം തുടങ്ങുകയും ഏതാണ്ട് 350ഓളം അംഗങ്ങളുണ്ടായിരുന്ന ആ സമയത്ത് അവരെല്ലാവരും ആ ഗാനം ഏറ്റെടുത്ത് പാടുവാനിടയായി. എല്ലാവരും കൈയടിച്ചാണ് പാടുന്നത്. മിക്കവരും തലയാട്ടിയാണ് പാടുന്നത്. പലരും ശരീരം ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ആട്ടി പാടുന്നു. ചിലർ എഴുന്നേറ്റ് നിന്ന് പാടുന്നു. ആ കൂടെ സഭാ ഹാളിനകത്തൊരു ആനന്ദത്തിൻ്റെ ആവേശത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നാൽ ആ ഹോളിൻ്റെ ഏറ്റവും പുറകിലുള്ള ബെഞ്ചിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പാടുന്നില്ല, അദ്ദേഹം കൈയടിക്കുന്നില്ല, അദ്ദേഹം ശരീരം അനക്കുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളിലൂടെ ആനന്ദത്തിൻ്റെ നദികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് യേശു നല്ലവൻ അവൻ വല്ലഭൻ എന്നുള്ള പാട്ടിനോടുള്ള ബന്ധത്തിൽ പല അനുഭവങ്ങളുണ്ടായതിൽ ഒരു അനുഭവമാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒരു ചെറിയ സന്ദേശമാണ്. അതിനായിട്ട് 45-ാം സങ്കീർത്തനം 1-ാം വചനം ഞാൻ ഉദ്ധരിക്കുകയാണ്. അവിടെ പറയുന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. ഈ വചനം ക്രിസ്തീയ ഗാനരചനയുടെ ഒരു ഫോർമുല ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫോർമുലയ്ക്ക് 3 പടികളുണ്ട്. 1-ാമത്തെ പടി ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മൾ മുമ്പേ പാടി കേട്ട ഗാനം എഴുതാനായിട്ടുള്ളൊരു ശുഭവചനം തെളിഞ്ഞത് 1974 ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ആരാധനയിൽ പങ്കെടുത്ത് അവിടെ കേട്ട വചനമാണ്. അത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. അത് മാത്രമല്ല, അധ്യായം തന്നെ ഒരു വലിയ ശുഭവചനമായിട്ട് എനിക്ക് വെളിപ്പെടുവാനായിട്ടിടയായി. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ദർശനത്തിൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഇരിക്കുന്നത് കാണുന്നു. സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം മുദ്രയിട്ടിരിക്കുകയാണ്. ആ സിംഹാസനത്തിന് ചുറ്റുമായിട്ട് 4 ജീവികളുണ്ട്. അവയ്ക്ക് ചുറ്റുമായിട്ട് 24 സിംഹാസനങ്ങളുണ്ട്. ഓരോ 24 സിംഹാസനങ്ങളിലും മൂപ്പന്മാർ, ശുഭ്ര വസ്ത്രധാരികളായ മൂപ്പന്മാരിരിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റുമായി ആയിരക്കണക്കിന് അല്ല 10,000-കണക്കിന് ദൂതന്മാർ നിൽക്കുന്നു. അപ്പോൾ ഒരു ദൂതൻ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സിംഹാസനത്തിലിരിക്കുന്ന പിതാവിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് ചോദിച്ചു. കുറേ നേരത്തേക്ക് സ്വർഗത്തിൽ നിശബ്ദതയായിരുന്നു. ആ പുസ്തകം വാങ്ങാനോ മുദ്ര പൊട്ടിപ്പാനോ ആരെയും കണ്ടില്ല. അപ്പോൾ നാം വചനത്തിൽ വായിക്കുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ
ആരെയും കാണായതുകൊണ്ട് ഏറ്റവും കരഞ്ഞു എന്ന് കാണാം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, വത്സലനായ യോഹന്നാൻ അപ്പോസ്തലനെ, കരയേണ്ട. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിച്ച് വായിക്കുവാനും യോഗ്യത നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സിംഹാസനത്തിന് മുൻപിൽ അപ്പോൾ നോക്കിയാൽ കാണുന്നത് അറുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. കുഞ്ഞാട് ആ പുസ്തകം വാങ്ങിയപ്പോഴത്തേക്ക് ജീവികളും മൂപ്പന്മാരും കവിണ് വീണ് നമസ്കരിക്കുകയും ചുറ്റുമുണ്ടായിരുന്ന ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറയാനിടയായി, നീ യോഗ്യൻ, കുഞ്ഞാടെ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവർ രാജ്യവും പുരോഹിതന്മാരുമായി ഭൂമിയിൽ വാഴുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്വർഗീയ ഗായക സംഘം പാടുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. അവര് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും കുഞ്ഞാടിന് എന്ന് വിളിച്ചു പറയുമ്പോൾ അവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നും കുറേ വാക്കുകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞാടിനെ ആ വാക്കുകളും കൂടെ ഉപയോഗിച്ച് സ്തുതിക്കാമായിരുന്നല്ലോ. അത്ര മനോഹരമായൊരു ആരാധനയാണ്, സ്തുതിയാണ്, സ്തുതിഗീതമാണ് സ്വർഗത്തിൽ കേട്ടത്. ഇത് തുടങ്ങിയത്, ഈ ഗാനം എഴുതാൻ പ്രചോദനമായത് അവരുടെ സ്തുതികൾ വചനത്തിൽ വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് നമ്മൾ 45-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കാണുന്നത്, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. ഒരു ക്രിസ്തീയ ഗാനരചയിത ഒരു ഗാനം എഴുതുമ്പോൾ അത് തനിക്ക് വേണ്ടിയോ തൻ്റെ സഭയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല. അവരാണ് പാടുന്നത്, അവരാണ് സന്തോഷിക്കുന്നത്, അവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഗാനം എഴുതുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഇറ്റ് ഷുഡ് ബി സോൺലി ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്, നോട്ട് ഫോർ എനിത്തിങ് എൽസ്. ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ഗാനരചനയുടെ ഉദ്ദേശം. കാരണം ദൈവത്തിൻ്റെ മഹത്വം ആർക്കും പാട്ടുണ്ടാക്കി പാടി തീർക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ ഉണ്ടാക്കി പ്രസംഗിച്ച് തീർക്കുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി അതുകൊണ്ടും ദൈവമഹത്വം പൂർത്തിയായി പ്രകടമാക്കുവാനായിട്ട് സാധിക്കില്ല. അത്ര ബൃഹത്തായ മഹത്വമാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്തിലുള്ള സകല സമുദ്ര തീരങ്ങളിലുമുള്ള മണൽത്തരികളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളെ ദൈവം ഉണ്ടാക്കി ആകാശമണ്ഡലത്തിൽ ശൂന്യത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അവ നൂറ്റാണ്ടുകളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവയുണ്ടാക്കി തൂക്കിയിട്ടവൻ അവയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ സർവവല്ലഭനായ ദൈവം, മഹത്വനായ ദൈവം. ആ മഹത്വമാണ് നാം ഗാനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. മൂന്നാമത് നമ്മളവിടെ കാണുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. 45-ാം സങ്കീർത്തനത്തിന് 3000 വർഷത്തെ പഴക്കമുണ്ട്. അതൊരു അനശ്വര ഗാനമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ എവിടെയെല്ലാം വിവാഹം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ വായിക്കുന്ന ഒരു വചനം 45-ാം സങ്കീർത്തനമാണ്. അത്ര അനശ്വരമായി തീർന്ന ആ ഗാനം എഴുതിയത് ദാവീദാണ്. എങ്കിലും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. യെസ്, ആ ഗാനം ഇന്നും വായിച്ച് ആളുകൾ സന്തോഷിക്കുന്നു. അവരന്ന് എഴുതാനായിട്ട് വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോൽ ആകുന്നു. അവർ ഗാനം എഴുതിയത് നാവ് കൊണ്ട് മനസ്സിലാണ് എഴുതിയത്. ഇന്നത്തെ പോലെ പേപ്പറും പേനായും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നാവ് കൊണ്ട് മനസ്സിലെഴുതിയ ഗാനമാണ് 45-ാം സങ്കീർത്തനം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനൊരു ഈണമുണ്ടാക്കി അത് ചിട്ടപ്പെടുത്തി തൃപ്തിയായി എന്ന് കാണുമ്പോഴാണ് അതൊരു പൂർണ്ണകായ ഗാനമായിട്ട് തീരുന്നത്. അത് കഴിയുമ്പോഴാണ് അതൊരു തോൽച്ചുരുളിൽ എഴുതി
നമുക്കൊക്കെ കിട്ടത്തക്ക വിധത്തിൽ അത് ആയിത്തീരുന്നത്. ഈ ഗാനം എഴുതാനായിട്ട് അന്നുണ്ടായിരുന്ന സൗകര്യത്തെക്കാൾ മികച്ച സൗകര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗാനങ്ങൾ എഴുതാൻ, അതിന് ഈണം പകരാനായിട്ട് ഇന്ന് നമുക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗാനം എഴുതാനും അതിന് ഈണം പകരാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പല ഗാനങ്ങളും ഞാൻ എഴുതിയപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് അസാധാരണമായ രീതിയിൽ സഹായിച്ച അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് സഹായം തേടിയാൽ ഗാനരചനയിലും അതിൻ്റെ ഈണം പകരുന്നതിലും ഉണ്ടാക്കുന്നതിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ ഗാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ദൈവമക്കൾ അത് പാടി ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള ഓർത്ത് സന്തോഷിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഈ ഗാനം ലോകത്തിന് പ്രദാനം ചെയ്തത്, ഇത് പ്രചാരത്തിലെത്തിച്ചത് എൻ്റെ ഒരു ആത്മസ്നേഹിതനും നിര്യാതനുമായ സഹോദരൻ ജോർജ് ആണ്. അദ്ദേഹത്തെ ബേബി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹം ഇവിടെ ആലുവ UC കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാണുകയും അദ്ദേഹം ഗാനം എഴുതും, എന്നെ പാടി കേൾപ്പിക്കും. ഞാൻ ഗാനം എഴുതും, അദ്ദേഹത്തെ പാടി കേൾപ്പിക്കും. എൻ്റെ ഈ ഗാനം അദ്ദേഹമാണ് അനേക സഭകളിൽ കൊണ്ടുപോയി പാടുകയും അങ്ങനെയാണ് ഇത് ലോകത്തിന് എത്തുകയും ചെയ്യുന്നത്, ലോകത്തിന് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ സമയത്ത് സ്നേഹത്തോടെ സ്മരിച്ചു കൊള്ളുന്നു. എനിക്കിങ്ങനൊരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ.